സിദ്ധു പറയായിരുന്നു ദേവിക ഇവിടത്തെ ആളാ, ഇനി ഇവിടെ നിന്ന് വിടില്ലാന്ന്. അതൊക്കെ സിദ്ധു ഒരു ഔദാര്യം പോലെ പറയുന്നതാ. വീട്ടിൽ വന്ന ഒരു VIP-ക്ക് കോഫി ഇടുന്നതിന്റെ ഒരു ചേല് കണ്ടില്ലേ? ദേവിക വിഷമിക്കണ്ട, പ്രഭ ഒരു അധ്യാപികയല്ലേ. അപ്പോ കുട്ടികൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഗുരുനാഥന്മാരെപ്പോഴും കുട്ടികളുടെ ന്യൂനതകളാ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാ. സിദ്ധു, ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. എന്താണ്? 5-6 മാസത്തിനുള്ളിൽ താൻ മന്ത്രിയാവും. പേഴ്സണൽ സ്റ്റാഫില് ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു പോസ്റ്റ് കൊടുത്താലോ? ബലരാമൻ എന്ത് വിഡിതമാണ് ഈ പറയുന്നത്? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ബലരാമൻ പറഞ്ഞത് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം. അതിനേക്കാൾ വലിയ സ്ഥാനമാണ് മോൾക്ക് കിട്ടേണ്ടത്. ഈ കുട്ടികൾ വരുന്നില്ലല്ലോ. ഏതായാലും നന്ദനെ ഒന്ന് വിളിച്ചു നോക്കാം. മുരളി, ബലരാമനങ്ങള് പോയി കാണൂടാ. അങ്കിൾ പോയി കഴിഞ്ഞ ഉടനെ ദേവി വിളിക്കാന്ന് പറഞ്ഞതാ. നീ ഒരു കാര്യം ചെയ്യ്, ദേവിക ഒന്ന് വിളിച്ചു നോക്കാം. അങ്കിളെ വിളിക്കുന്നേ, എന്തു പറയും? നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ എടുത്തിട്ട് ഹലോ കേൾക്കാൻ വയ്യ, റേഞ്ച് ഇല്ലാന്ന് പറഞ്ഞാൽ മതി. പോടാ അവിടുന്ന്. ബെല്ലുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല. ആ, അതാ നല്ലത്. കട്ടായി. ഇനി വിളിക്കാതിരുന്നാ മതിയായിരുന്നു. എടുത്തില്ല. നന്ദൻ ഡ്രൈവ് ചെയ്യായിരിക്കും അല്ലേ? സിദ്ധു, ഇനിയിപ്പോ എന്തായാലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫ്രഷ് ആവാം. അപ്പൊ പിന്നെ മീരയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അങ്ങ് പോവാലോ. ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.